സുനിൽ എങ്ങനെ പോകുന്ന കാര്യങ്ങളൊക്കെ? വളരെ നന്നായിട്ട് പോകുന്നു. അതല്ലേ. അപ്പം ഇനി ഏതാണ് നമുക്ക് അടുത്ത ഒരു നോട്ടിഫിക്കേഷൻ ഒക്കെ ഇനി ഏതാണ് വരാനിരിക്കുന്നത്? ഇനി വളരെ പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻ വരാനിരിക്കുകയാണ്. ഡിഗ്രി ലെവലിൽ ഈ 2023 അവസാനത്തേക്ക് വരുന്നതാണ് LSGS, ലോക്കൽ സെൽഫ് ഗവൺമെന്റ് സർവീസ്. നമ്മുടെ തദ്ദേശ സ്വയംഭരണ വകുപ്പുകൾ ഏകീകരിച്ചതിന് ശേഷമുള്ള ആദ്യത്തെ നോട്ടിഫിക്കേഷൻ ആണ്. അതെ അതെ. BDO, പഞ്ചായത്ത് സെക്രട്ടറി, മുനിസിപ്പൽ സെക്രട്ടറി എന്നീ പോസ്റ്റുകളിലേക്ക് കേരളത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പോസ്റ്റാണ്. KS കഴിഞ്ഞാൽ തൊട്ട് താഴെയുള്ള പോസ്റ്റുകളാണ്. ഇത്രയും നല്ലൊരു പോസ്റ്റുകളിലേക്കുള്ള ഒരു എക്സാമാണ്. ഗസറ്റഡ് പോസ്റ്റുകൾ തന്നെയാണ്. ഗസറ്റഡ് പോസ്റ്റുകൾ തന്നെയാണ്. എനിക്ക് തോന്നുന്നു നമ്മുടെ ഡിഗ്രി ഹോൾഡർ ആയിട്ടുള്ള ഒരു ഉദ്യോഗാർത്ഥിക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പോസ്റ്റുകളൊന്നായിരിക്കും അല്ലെ LSGS. തീർച്ചയായും. കാരണം എന്ന് വെച്ചാൽ 2016 ഇതിന് മുന്നേ പരീക്ഷ നടന്നത്. അപ്പോൾ ഈ പരീക്ഷയുടെ ഇനിയിപ്പോൾ പരീക്ഷ നടന്ന് അതിന്റെ ഫൈനൽ റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ ഒരു വർഷം കഴിഞ്ഞു. അതായത് 2016 കഴിഞ്ഞ് 2024 അവസാനം ലിസ്റ്റ് വരുള്ളൂ. 8 വർഷത്തെ വേക്കൻസിയാണ് വരാൻ പോകുന്നത്. മിനിമം 300 വേക്കൻസി ഗ്യാരണ്ടിയാണ്. എന്ന് ആലോചിച്ചാൽ മതി. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തന്നെ എത്രയുണ്ട്? ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക്, അതുപോലെ മറ്റ് മുനിസിപ്പൽ എല്ലാം കൂടെ 1000-ലധികം എന്താണല്ലോ ഉണ്ട്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഇതിന്റെ ഒരു 40% സീറ്റുകളാണ് എനിക്ക് തോന്നുന്നു ഡയറക്റ്റ് റിക്രൂട്ട്മെന്റിനായിട്ട് മാറ്റി വെച്ചത്. അങ്ങനെ വരുമ്പോൾ 300-ലധികം ഒഴിവുകൾ എന്തായാലും വരും. കാരണം ഇത് 8 വർഷത്തെ വേക്കൻസി വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഒരു ഡിഗ്രി ലെവലുള്ള ഒരു വിദ്യാർത്ഥി അവന് തീർച്ചയായിട്ടും നേടിയെടുക്കാൻ പറ്റുന്ന ഒരു പോസ്റ്റാണ് LSGS. ഒരു സംശയം വേണം. ഈ ഡിഗ്രി ലെവൽ ആണല്ലോ സാർ, യോഗ്യത പറഞ്ഞ ഡിഗ്രി ലെവൽ ആണല്ലോ. അപ്പൊ നമ്മുടെ ഡിഗ്രി ലെവൽ പരീക്ഷകളെ കുറിച്ച് സംസാരിക്കുമ്പോൾ PSCയുടെ ഒരു പരമ്പരാഗതമായിട്ടുള്ള ഒരു കാര്യം ഉണ്ടായിരുന്നു. അതായത് കുറച്ച് റാങ്ക് ഫയലുകളിൽ നിന്നും ഒരുപാട് കണ്ടന്റുകൾ കുറെ സമയമെടുത്ത് കാണാതെ പഠിച്ചതിന് ശേഷം ആ പരീക്ഷയെ അഭിമുഖീകരിക്കുമ്പോൾ അല്ലെങ്കിൽ ആ പരീക്ഷ എഴുതുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് വിജയിക്കാൻ. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ ഒരു ചരിത്രത്തെ AD BC എന്ന് തിരിക്കുന്ന പോലെയാണ് 2019 എന്നുള്ള വർഷം. കേരള PSC കുറിച്ച് പറയുമ്പോൾ 2019 മുമ്പ് 2019 ശേഷം എന്ന് വളരെ വ്യക്തമായിട്ട് പറയാം. അപ്പൊ അതെന്താണ് 2019 സംഭവിച്ചത്? KS ഇൻട്രൊഡ്യൂസ് ചെയ്തു. KS പരീക്ഷ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതിൽ അന്ന് ചെയർമാനായിട്ടായിരുന്നത് PSC ചെയർമാനായിട്ടായിരുന്നത് അഡ്വക്കേറ്റ് സക്കീർ ഹുസൈനായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ ആ ഒരു നേതൃത്വത്തിലാണ് KS ഒക്കെ വരുന്നത്. മെയിൻ സംവിധാനമൊക്കെ ആ സമയത്ത്. അതായത് KS ഈ ഒരു 2019 മുന്നേ നടന്ന ഒരു എക്സാം സ്ട്രക്ചറോ സിലബസോ മറ്റോ അല്ല. അവിടെ സിലബസ് മാറി, എക്സാം സ്ട്രക്ചർ മാറി, ക്വസ്റ്റ്യൻ പാറ്റേൺ എല്ലാം മാറി. 2019 മുന്നേ നടന്ന ഒരു പരീക്ഷ, ഉദാഹരണം പറഞ്ഞാൽ വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ, അത് VO, 2016 നടന്നൊരു പരീക്ഷ. അതിലൊരു ചോദ്യം എന്റെ ഓർമ്മയാണ്. 2016 ഡിഗ്രി ലെവലിൽ പരീക്ഷ നടന്നിട്ടുണ്ട്. ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ, BDOയുടെ പരീക്ഷ 2016 നടന്നിട്ടുണ്ട്. അത് ആ ഈ 2016 നടന്ന ഒരു പരീക്ഷ, ഞാൻ ഈ പറയുന്ന VO പരീക്ഷയിൽ ചോദിച്ചൊരു ചോദ്യമാണ്. ഗാന്ധിജി 2ാം വട്ടമേ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ പോയി. ഇത് പോയത് 1931-ലാണ്. അന്ന് ഗാന്ധിജിയുടെ ഒപ്പം കൂട്ടിയ ആടിന്റെ പേരെന്ത്? അതാണ് ആടിന്റെ പേര് നിർമ്മല. അങ്ങനെ ആടിന്റെ പേരെന്ത്? നാടിന്റെ പേരെന്ത്? ഏതൊരു പരീക്ഷയിൽ ശ്രീനാരായണ ഗുരു ധരിച്ച വസ്ത്രത്തിന്റെ നിറത്തെ പറ്റിയുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. ആ ഒരു ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്ക് തന്നെയായിരുന്നു. ശ്രീനാരായണ ഗുരു ശ്രീലങ്ക സന്ദർശിച്ചപ്പോ അദ്ദേഹം ധരിച്ച വസ്ത്രത്തിന്റെ നിറമെന്തായിരുന്നു? അത് കാവ്യാണോ? കാരണം അതിലൊരു തെറ്റിക്കാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, തെറ്റാനുള്ള സമയം സാധാരണ SNDP അതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് മഞ്ഞ കളറാണ്. പക്ഷെ അവിടെ കാവ്യം എന്നുള്ള രീതിയിൽ. അതായത് ഇത്രയേ ഉള്ളൂ. നിറമെന്ത്, കളറെന്ത്, പേരെന്ത് എന്ന് വെച്ചിട്ട് കുറച്ച് മെമ്മറി ബേസ്ഡ് ഉള്ള ചോദ്യങ്ങളാണ് വന്നുകൊണ്ടിരുന്നത്. പഠിച്ചതെന്തോ അത് പറയുക എന്നുള്ള ഒരു ശൈലിയായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. ഇതിന് മുന്നേ ഒരു റാങ്ക് ഫയൽ പഠിക്കുക, ആ റാങ്ക് ഫയൽ ബലാവർത്തി പഠിക്കുക, അതുപോലെ പഴയ കുറെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് ചെയ്ത് നോക്കുക. അതങ്ങനെ കുറെ പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ മെമ്മറി കൂടും. അത് അതേപോലെ തന്നെ പോയി ജസ്റ്റ് എഴുതുക. അതുകൊണ്ട് തന്നെ കട്ട് ഓഫ് ഒക്കെ ഭയങ്കര കൂടുതലാണ്. ഇപ്പൊ സാറ് പറഞ്ഞ പോലെ ഈ പഠിക്കുക, പക്ഷെ മെമ്മറി പരിശോധിക്കുക എന്നുള്ള സിസ്റ്റം ഒക്കെ മാറി. അപ്പം ആ ഒരു പുതിയൊരു രീതിയിലേക്ക് PSC കടന്നു വന്നു സാർ പറഞ്ഞല്ലോ. അപ്പൊ ഇനി എനിക്ക് തോന്നുന്നത് പഠിച്ചിട്ട് കാര്യമില്ല എന്നുള്ള രീതിയിലേക്ക് മുമ്പോട്ട് പോകുമ്പോൾ അതിനപ്പുറത്തേക്ക് കുട്ടികൾക്ക് എന്തായിരിക്കും നമുക്ക് കൊടുക്കാൻ പറ്റുമോ ഈ പരീക്ഷകളെ ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടി? അതെ, നമ്മൾ 2019 ശേഷം വന്ന മാറ്റങ്ങൾ മനസ്സിലാക്കണം. ഒന്ന്, സിലബസിൽ വന്ന മാറ്റങ്ങളാണ്. സിലബസിൽ വളരെ വ്യക്തമായിട്ട് പുതിയ ടേംസ് അല്ലെ പുതിയ ഏരിയ, കേരള ഗവേണൻസ്, അതുപോലെ സയൻസ് ആൻഡ് ടെക്നോളജി, ഇങ്ങനെ സിവിൽ സർവീസിലുള്ള കുറേ കാര്യങ്ങൾ ഡിഗ്രി ലെവൽ സിലബസിൽ വളരെ വ്യക്തമായിട്ട് വന്നിട്ടുണ്ട്. അതൊക്കെ KS സിലബസിൽ നിന്ന് എടുത്താണ് വരും. ഇനി രണ്ടാമത്തെ കാര്യം, എക്സാം സ്ട്രക്ചറിൽ വ്യത്യാസമാണ്. പ്രിലിംസ്, മെയിൻസ്, ഗസറ്റഡ് ഓഫീസർ തസ്തികയാണെന്നുണ്ടെങ്കിൽ അതിൽ ഇന്റർവ്യൂ ഉണ്ടാവും. ആ രീതിയിൽ അതിലൊരു മാറ്റം വന്നു. പിന്നെ മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യമാണ്
ക്വസ്റ്റ്യനിൽ മാറ്റം വന്നു. അതായത് പ്രസ്താവന ചോദ്യങ്ങൾ കൂടുതലായിട്ട് സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങൾ, അതിലൊരു ഐഡിയകൾ തന്നെയാണ്. എനിക്ക് തോന്നുന്നു ഒരു 50% ചോദ്യങ്ങൾ പോലും പ്രസ്താവന ഭാഗത്ത് നിന്ന് ചോദിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഡിഗ്രി ലെവലിലാണെങ്കിൽ അത് ഒരു 80% തന്നെ 80% തന്നെ ഈ സ്റ്റേറ്റ്മെന്റ് രീതിയിലുള്ള ചോദ്യങ്ങളാണ്. ഇനി LDCയിലാണ്, LDC മെയിനിൽ പോലും ഈ രീതിയിൽ ഒരു 40% എങ്കിലും പ്രസ്താവന രീതിയിലുള്ള ചോദ്യങ്ങൾ വളരെ വ്യക്തമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ ഓർമ്മിച്ചെടുക്കുക, കാണാതെ പഠിക്കുക, പരീക്ഷ എഴുതുക എന്നുള്ളൊരു ശൈലി എനിക്ക് തോന്നുന്നു ഈ പ്രസ്താവന ചോദ്യങ്ങളിൽ ഒരിക്കലും നമുക്ക് പരീക്ഷിക്കാൻ പറ്റില്ല എന്ന് എനിക്ക് തോന്നുന്നത്. അതെ, അവിടെ നമ്മൾ നോക്കേണ്ടത് പ്രസ്താവന രീതിയിലുള്ള ചോദ്യങ്ങൾ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് രീതിയിലുള്ള ചോദ്യങ്ങൾ നോക്കുമ്പോൾ നമുക്ക് ബേസിക് ആയിട്ടുള്ള നോളജ് വേണം. നേരത്തെ ഈ 2019 നമ്മൾ ഉപയോഗിച്ചെന്താണ് റാങ്ക് ഫയൽ ആണ്. ഇനി റാങ്ക് ഫയലിനെ പിടിച്ചിട്ട് കാര്യമില്ല. ഇവിടെ നമ്മൾ നോക്കേണ്ടത് SCERT അല്ലെ NCERT ടെക്സ്റ്റ് ബുക്കുകളാണ്. അതിൽ നിന്ന് നമ്മളൊരു ബേസിക് നോളജ് അവിടെ ആവശ്യമാണ്. ആ ബേസിക് നോളജ് വെച്ച് നമ്മൾ എന്ത് ചെയ്യണം, എലിമിനേഷൻ ടെക്നിക്കൽ ലോജിക്കൽ സോൾവിങ് നമ്മൾ ഉപയോഗിക്കണം. അതായത് ഒരു 3-4 സ്റ്റേറ്റ്മെന്റ് ഉണ്ടാവും. സ്റ്റേറ്റ്മെന്റ് 1, സ്റ്റേറ്റ്മെന്റ് 2, സ്റ്റേറ്റ്മെന്റ് 3. ഇപ്പം നമ്മുടെ ഓപ്ഷൻ ഉണ്ടാവും 1 and 2, 2 and 3, 3 and 4 എന്ന് പറയായിരിക്കും. പക്ഷെ അതിൽ ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാന്ന് നമുക്ക് അറിയായിരിക്കും. അത് വെച്ച് നമുക്ക് ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്ത് ആൻസറിലേക്ക് അതേ അതിനുള്ള വഴിയുള്ളൂ. അതെ. അപ്പോൾ എനിക്ക് തോന്നുന്നു നമുക്ക് ഇനിയിപ്പോൾ ഏറ്റവും റീസെന്റ് ആയിട്ട് ഡിഗ്രി ലെവൽ പരീക്ഷകളാണ് വരാൻ പോകുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പോസ്റ്റ് LSGS ആണ്. അപ്പോൾ നമുക്ക് തോന്നുന്നു PSC ടോക്സിൽ പുതിയൊരു കോഴ്സ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നുണ്ടെന്ന് അറിയുന്നു. നമ്മൾ എന്നാണ് അതിന്റെ കോഴ്സുകൾ ആരംഭിക്കുന്നത്? നവംബർ 10-നാണ് നമ്മൾ ആരംഭിക്കുക. രാത്രി 8:30 മുതൽ 10 മണി വരെയാണ് ഈ കോഴ്സ് നടക്കുക. അപ്പോൾ അതിൽ വളരെ സ്ട്രക്ചേർഡ് ആയിട്ട് ഒരു 3-4 മാസമുണ്ട്. നമ്മൾ എക്സാക്ട്ലി പറഞ്ഞാൽ ഒരു 135 ഡേയ്സ് കൊണ്ട് അത് കംപ്ലീറ്റ് രീതിയിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. 3-4 മാസം അല്ലേ? അപ്പോൾ നമ്മൾ പറയാറുണ്ട് ഇപ്പോൾ PSC ടോക്സിന്റെ നമ്മുടെ ഒരു ടാഗ് ലൈൻ എന്ന് പറയുന്നത് തന്നെ മാറുന്ന PSCക്ക് നവീനമായ ഒരു പഠന രീതി എന്നാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ ഇത്രയും മാറ്റങ്ങളൊക്കെ ഉണ്ടായ ഈ ഒരു സാഹചര്യത്തിൽ LSGS കോഴ്സിന് വേണ്ടി നമ്മുടെ കുട്ടികൾക്ക് എന്ത് തരത്തിലുള്ള മാറ്റമാണ് നമ്മുടെ കോഴ്സുകൾ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്? അതെ, ഈ സിലബസ് അടിസ്ഥാനപ്പെടുത്തി ഹൈ ഫോക്കസ് ഏരിയാസ് ബേസ് ചെയ്തിട്ടുള്ള ഒരു പഠന രീതിയാണ് ആവിഷ്കരിച്ചിരിക്കുന്നത്. അപ്പോൾ ഹൈ ഫോക്കസ് ഏരിയ എന്ന് പറയാം, ഇപ്പൊ സിലബസ് നോക്കുകയാണെങ്കിൽ ഈ ഡിഗ്രി ലെവൽ സിലബസ് നോക്കുകയാണെങ്കിൽ അതിൽ 80% പാർട്ടും വേണേൽ സിവിൽ സർവീസിലുള്ള ഒരു ഏരിയ തന്നെയാണ്. പക്ഷേ ഇത് മൊത്തം പഠിച്ചു തീർക്കാൻ ഈ 135 ഡേയ്സ് കൊണ്ട് പറ്റത്തില്ല. പക്ഷേ നമ്മൾ കഴിഞ്ഞ ഡിഗ്രി ലെവൽ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു നോക്കുകയാണെങ്കിൽ അതിൽ ചില ഏരിയാസ് ഫോക്കസ്ഡ് ആയിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അതാണ് നമ്മൾ ഹൈ ഫോക്കസ് ഏരിയ എന്ന് പറയുന്നത്. അതിന് കൂടുതൽ ഫോക്കസ് കൊടുത്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ആ രീതിയിലുള്ള ഒരു പഠന ഒരു ഷെഡ്യൂളാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഒപ്പം തന്നെ 8:30 to 9:30 നമ്മുടെ അവിടെ ക്ലാസ്സിലുണ്ടാവും. പിന്നീട് അതിനുശേഷം 9:30 to 10 ക്വസ്റ്റ്യൻ സോൾവിങ്, വെറുതെ ക്വസ്റ്റ്യൻ സോൾവിങ് അല്ല, ഈ ഓപ്ഷൻ എലിമിനേഷൻ ടെക്നിക്സ്, ലോജിക്കൽ സോൾവിങ് നമ്മളവിടെ പ്രാക്ടീസ് ചെയ്യും. ആ രീതിയിലുള്ള ഒരു കാര്യമാണ്. അതായത് നമ്മളൊരു എലിമിനേഷൻ അതുപോലെ ലോജിക്കൽ ട്രെയിനിങ് മുതലായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ക്ലാസിന്റെ ഭാഗമായിട്ട് തന്നെ കുട്ടികൾക്ക് കൊടുക്കും. ശരി. അപ്പോൾ അതായത് നമ്മൾ വീക്ക് ഡേയ്സ് മുഴുവൻ ക്ലാസ്സിലുണ്ടാവും, വീക്കെൻഡിൽ നമ്മൾ ടെസ്റ്റ് വേറെ ഫുൾ ആയിട്ടുള്ള ടെസ്റ്റുകൾ നമ്മൾ ഇവിടെ കൊടുക്കുന്നുണ്ടാവും. അപ്പം നമ്മൾ ഈ ടെസ്റ്റുകൾ എഴുതുന്നത് കുട്ടികൾക്ക് നല്ല ഗുണമാകുന്ന ഒരു കാര്യമാണ് തീർച്ചയായിട്ടും. പക്ഷെ അതുപോലെ ഇവർക്ക് ടെസ്റ്റ് എഴുതാനുള്ള എന്തെങ്കിലും ഒരു മോട്ടിവേഷൻ നമ്മുടെ PSC ടോക്സിന്റെ ഭാഗത്ത് ഇതിന് നമ്മളൊരു മെന്റർഷിപ്പ് കൂടെ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഈ മെന്റർഷിപ്പിന്റെ ഭാഗമായിട്ട്, അതായത് ഈ മെന്റർഷിപ്പ് കറക്റ്റായിട്ട് ആളുകൾ അറ്റൻഡ് ചെയ്യണം. എല്ലാ ആഴ്ചയും കറക്റ്റായിട്ട് ഒരു മെന്ററിനെ അലോട്ട് ചെയ്തിട്ടുണ്ടാവും. ആ മെന്റർ അവരെ വിളിക്കുകയും അവരെ സൂം മീറ്റിംഗ് വഴി അവരുടെ മറ്റു പ്രശ്നങ്ങൾ എങ്ങനെ പഠിക്കണം എന്നൊക്കെ പറയുകയും ചെയ്യും. പക്ഷേ ഈ മെന്റർഷിപ്പ് അവർ അടുത്ത 3 ആഴ്ച അടുപ്പിച്ച് അറ്റൻഡ് ചെയ്യുന്നില്ല. അതുപോലെ നമ്മൾ ഞാൻ പറഞ്ഞ പോലെ ടെസ്റ്റ് എഴുതി 3 ആഴ്ച അടുപ്പിച്ച് ടെസ്റ്റ് എഴുതുന്നില്ല. അതല്ലെന്നുണ്ടെങ്കിൽ ഈ ടെസ്റ്റിൽ ഒരു 30% താഴെ മാർക്കാണ് കിട്ടുന്നത്. അങ്ങനെ നമ്മൾ ആ കുട്ടിയെ മെന്റർഷിപ്പിൽ നിന്ന് മാറ്റും. അതായത് സീരിയസ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. പറഞ്ഞല്ലോ ഇപ്പം കുട്ടിയെ മെന്റർഷിപ്പിൽ നിന്ന് മാറ്റി നിർത്തുന്ന ഒരു കാര്യം പറഞ്ഞല്ലോ. അപ്പോൾ നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ കുട്ടികൾ ഇപ്പോൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം അവർ ആ ട്രാക്കിൽ നിന്നും മാറിപ്പോകാതിരിക്കുക എന്നുള്ളതാണ് അവരുടെ ഒരു ഏറ്റവും വലിയ ആഗ്രഹം. അപ്പോൾ അതിന് അവർക്കൊരു പേഴ്സണൽ മെന്റർ കിട്ടണം എന്നുള്ളത് വലിയൊരു അവരുടെ പ്രതീക്ഷ തന്നെയാണ്. അപ്പോൾ അത് PSC ടോക്സ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ നമ്മളിപ്പോൾ ഈ കുട്ടികളെ നമുക്ക് ഒഴിവാക്കണമെങ്കിൽ പോലും അവർക്ക് നല്ലൊരു രീതിയിൽ ഈ പരീക്ഷ എഴുതാനുള്ള ഒരു ട്രെയിനിങ് ആദ്യം കൊടുത്തതിന് ശേഷമായിരിക്കില്ലേ അവരെ നമ്മൾ പരീക്ഷ. അതായത് നമ്മൾ വെറുതെ ഒരു കോമ്പറ്റീഷൻ ക്രിയേറ്റ് ചെയ്യാന്നുള്ളതല്ല, സീരിയസ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് നമ്മൾ കൂടെ നിർത്തുകയും അവർക്ക് വേണ്ട രീതിയിലുള്ള എല്ലാ ട്രെയിനിങ് കൊടുക്കും. അതിലൊരു സംശയം വേണ്ട. അതേപോലെ ഇതിന്റെ ഒരു സ്പെഷ്യാലിറ്റിയാണ് ഇതിൽ കണ്ടിന്യൂസ് ആയിട്ട് നമ്മളൊരു 1 month ഇവാലുവേഷൻ ശേഷം കണ്ടിന്യൂസ് ആയിട്ട് ഹൈ പെർഫോമിംഗ് ആളുകളെ ഒരു സ്പെഷ്യൽ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യും. അപ്പൊ അവിടെ ഒരു വിവേചന മറ്റു കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ പ്രകൃതിയിലേക്ക് നോക്കിയാൽ ഇതേപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു തോട്ടത്തിൽ പോയി സെലക്ഷൻ കാണാം. ആ തോട്ടത്തിൽ നമ്മൾ കുറെ വാഴ നട്ടു. നന്നായിട്ട് കൊലക്കുന്ന വാഴയ്ക്ക് നമ്മൾ താങ്ങ് കൊടുക്കില്ലേ? അല്ലെ, വാഴയൊക്കെ ഇപ്പം PSC ഒക്കെ പഠിക്കുന്നവരുടെ വാഴ എന്നൊക്കെ പറയുന്ന പേരുകൾ അങ്ങനെയല്ല. നന്നായിട്ട് ചെയ്യുന്നവർക്ക് നമ്മൾ സപ്പോർട്ട് കൊടുക്കും. എന്നപോലെ തന്നെ ഇതിൽ പെർഫോം ചെയ്യുന്നവർ സെപ്പറേറ്റ് ഒരു ഗ്രൂപ്പായിട്ട് മാറ്റും. എന്ന് വിചാരിച്ചാൽ എല്ലാവർക്കും നമ്മൾ വേണ്ട രീതിയിലെല്ലാം കൊടുക്കും. അതായത് ഈ ഒരു കോഴ്സിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് ലൈവ് ആയിട്ടുള്ള ക്ലാസ്സുകൾ, ക്ലാസിന്റെ റെക്കോർഡിങ്, മെറ്റീരിയൽ, മെന്റർഷിപ്പ്, ടെസ്റ്റുകൾ, അവസാനം ഇതിനുശേഷമുള്ള റിവിഷൻ ക്ലാസ്
ക്ലാസ്സിൽ നമ്മൾ കൊടുക്കുന്നത്. ഇത്രയും സ്ട്രക്ചേർഡ് ആയിട്ട് പ്രോഗ്രാമാണിത്. അപ്പോൾ അതായത് നമ്മളിനി വരുന്ന LSGS പരീക്ഷയിൽ 300-350 ഒഴിവുകളുണ്ടെങ്കിൽ ഒരു 70% PSC ഡോക്സ് എന്നുള്ള കുട്ടികളാവാം എന്നാണോ സാർ പറഞ്ഞിരുന്നത്? അതെ അതെ, ആ പറഞ്ഞ നാവ് പൊന്നാവട്ടെ, അതുപോലെ തന്നെ സംഭവിക്കട്ടെ. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു നമ്മുടെ ഈ ഒരു കോഴ്സിൽ LSGSന്റെ കോഴ്സിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് താഴെ കാണുന്ന ഹെൽപ്പ് ലൈൻ നമ്പറിൽ വിളിക്കാവുന്നതാണ്. അതിൽ തീർച്ചയായിട്ടും അവർ കാര്യങ്ങളൊക്കെ പറയും, ഇതിൽ അവർക്ക് പങ്കെടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ നവംബർ 10-ാം തീയതി വരെ തുടങ്ങുകയാണല്ലോ. ഓക്കെ സാർ, അപ്പോൾ നമുക്ക് വിളിക്കാം. ഓക്കെ, താങ്ക് യു.